പോലീസിന് അങ്ങനെ തല്ലാനുള്ള അധികാരമില്ല. കാരണം ഗുണ്ടകളെ അമർച്ച ചെയ്യാനായിട്ട് ഫോഴ്സ് ഉപയോഗിക്കാം. നമുക്ക് ഗുണ്ടകൾക്കിട്ട് 2 തല്ല് കൊടുക്കുന്നതിലും എനിക്ക് എതിർപ്പില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ, എല്ലാവരെയും തല്ലാനുള്ള ഒരു അവകാശമായിട്ട് പോലീസുകാർ കാണരുത്. രാഷ്ട്രീയപരമായിട്ട് ഒരു സംഘടനാ സ്വാതന്ത്ര്യം അവർക്ക് ഉള്ളതുകൊണ്ട് ആ രീതിയിൽ അവർ ചിന്തിച്ച് പലരും അവരുടെ എതിർ ചേരിയുള്ളവർക്ക് തല്ല് കിട്ടുന്നുമുണ്ട്. പോലീസിനെ മേലുദ്യോഗസ്ഥന്മാരെ ഭയമില്ല, പേടിയില്ല. അവർക്ക് രാഷ്ട്രീയ സംവിധാനമുണ്ട്, രാഷ്ട്രീയമായിട്ട് അവരെ സംരക്ഷിക്കുമെന്ന് അവർക്കറിയാം. ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കാണിക്കുന്ന എല്ലാ പോലീസുകാർക്കും ചില രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്. പോലീസ് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കുമ്പം കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. ഇന്നടുത്തൊക്കെയാണ് ഇടിച്ചത്, അവിടെ പാടൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. അതവിടെ റെക്കോർഡ് ചെയ്യും, നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. അവർക്ക് അതിനുള്ള നിയമാവബോധമില്ല, അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പില്ല. പോലീസിനെ പേടിച്ച്, രണ്ടാമത് അവർക്ക് സാമ്പത്തികമില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പരാതി കൊടുക്കാതെ പേടിച്ച് വിറച്ച് വീട്ടിയിരിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനും ഇന്ത്യയിൽ അവിടെ ദൃശ്യങ്ങൾ എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ CCTV ഫിറ്റ് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞിരിക്കുക. അതിനകത്ത് ഒരു സാമ്പത്തിക നഷ്ടമൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. എന്താണ് ജനമൈത്രി പോലീസ് കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടായ നേട്ടം? ഇടി കൂടുതലായിട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജനമൈത്രി പോലീസ് അടിയന്തരമായിട്ട് പിരിച്ചുവിടണം. സർ, കഴിഞ്ഞ ദിവസം പോലീസ് അനാവശ്യമായി മർദ്ദിച്ചാൽ എവിടെ പരാതി കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വിശദമായി പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലരും ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ സംശയങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഓണക്കാലത്ത് പോലീസിന്റെ പല റീലുകളും നല്ലോണം വൈറലായിട്ടുണ്ട്. സാറും ഒരുപക്ഷെ കണ്ടു കാണും. ഓണക്കോടിയൊക്കെ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഓണം ആഘോഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. ഇതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കുറ്റപ്പെടുത്താനും പോകുന്നില്ല. പോലീസ് മാറണം. ജോലിഭാരവും നൈറ്റ് ഡ്യൂട്ടികളും സ്പെഷ്യൽ ഡ്യൂട്ടികളും ഉൾപ്പെടെ എല്ലാം കൊണ്ടും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകുന്ന പോലീസിന് ഇതൊക്കെ ഒരു വലിയ റിലാക്സേഷനാണ്. അതിന് കുറ്റം പറയാൻ പാടില്ല, കുറ്റം പറയാൻ പോകുന്നതുമില്ല. കാരണം എത്ര ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞാലും ഇത്തരം സാഹചര്യങ്ങളിൽ അവരും മനുഷ്യരാണ്, അവരും ആഘോഷിക്കട്ടെ. പക്ഷേ ഈ റീലിൽ കാണുന്ന പോലീസല്ല നമ്മൾ നേരിട്ട് പരാതിയുമായി ചെന്നാൽ പലരുടെയും സ്വഭാവം. അതെന്തുകൊണ്ടാണ്? ഈ രീതിയിലുള്ള ഒരു സോഷ്യലൈസ്ഡ് മൂവ്മെന്റിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. കാരണം ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. എന്താണ് ജനമൈത്രി പോലീസ് കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടായ നേട്ടം? ഇടി കൂടുതലായിട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജനമൈത്രി പോലീസ് അടിയന്തരമായിട്ട് പിരിച്ചുവിടണം. പോലീസ് ഫോഴ്സായിട്ട് തന്നെ നിൽക്കട്ടെ. ജനങ്ങൾക്ക് മാനമായിട്ട് വന്നു ചേരാനും പരാതിപ്പെടാനും അതിനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ വ്യത്യസ്തമായ രീതിയിൽ മർദ്ദിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾ ഇവിടെ നാടെങ്ങും ആഘോഷിക്കുന്ന സമയത്ത് അതിനോടൊക്കെ മോറലായിട്ട് ചില സപ്പോർട്ട് കൊടുക്കാമെന്നല്ലാതെ അതിനോടൊപ്പം ചേർന്ന് പല പോലീസ് സ്റ്റേഷനിലും ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. ജനമൈത്രി എന്ന് പറഞ്ഞ് ഓണാഘോഷങ്ങളെല്ലാം പോലീസ് സ്റ്റേഷൻ്റെ അകത്താണ് നടക്കുന്നത്. അത് അടിയന്തരമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാൻ മേല. കൊടുക്കരുത്. ഓണാഘോഷത്തിൻ്റെ ഇടയ്ക്ക് അവിടെ വരുന്ന ക്രിമിനൽ സ്വഭാവമുള്ള പലരും വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനകത്തൂടെ കയറി ഇറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടു. അടിയന്തരമായിട്ട് ഡോക്യുമെൻ്റായ പല റെക്കോർഡുകളും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കം നല്ലതല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം പോലീസ് സ്റ്റേഷൻ വിട്ട് വെളിയിലായിക്കോട്ടെ, കുഴപ്പമില്ല. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓഫീസാണ്. അവിടെ പല റെക്കോർഡുകളുമുണ്ട്, പല ആൾക്കാരുടെയും പേഴ്സണലായിട്ടുള്ള ഫയലുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കയറി ഇറങ്ങി നടക്കാൻ അത് ഓണാഘോഷമാണ്, ജനമൈത്രി പോലീസാന്ന് പറഞ്ഞ് ആ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും പോലീസ് സ്റ്റേഷൻ കൊടുക്കേണ്ട. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും ഈ രീതിയിലുള്ള സംഭവം ഞാൻ കണ്ടു. അതുകൊണ്ട് അടിയന്തരമായി DGPയും ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പ് ഇടപെടണം. ഇങ്ങനെയുള്ളൊരു സോഷ്യലൈസേഷൻ നല്ലതല്ല. പോലീസ് പൊയ്ക്കോട്ടെ, അത് വെളിയിലിറങ്ങി നാട്ടുകാരുടെ അല്ലെങ്കിൽ റെസിഡന്റ് അസോസിയേഷൻ്റെ അങ്ങനെയുള്ള മീറ്റിങ്ങുകളെല്ലാം പൊക്കോട്ടെ. പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഈ രീതിയിലുള്ള ക്രിയകൾ നടത്തുന്നത്, ആഘോഷം നടത്തുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പോലീസ് അകാരണമായി മർദ്ദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ താഴെയും മെയിലായും മെസ്സേജുകളുമായും ഒക്കെ നിരവധി പേർ പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന തരത്തിൽ പരാതികൾ പറഞ്ഞിരുന്നു. പലരും അവരുടെ അനുഭവങ്ങളും അതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ശരിക്കും പോലീസിന് ഒരാളെ തല്ലാനുള്ള അധികാരമുണ്ടോ? പോലീസിന് അങ്ങനെ തല്ലാനുള്ള അധികാരമില്ല. കാരണം ഗുണ്ടകളെ അമർച്ച ചെയ്യാനായിട്ട് ഫോഴ്സ് ഉപയോഗിക്കാം. നമുക്ക് ഗുണ്ടകൾക്കിട്ട് 2 തല്ല് കൊടുക്കുന്നതിലും എനിക്ക് എതിർപ്പില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ, എല്ലാവരെയും തല്ലാനുള്ള ഒരു അവകാശമായിട്ട് പോലീസുകാർ കാണരുത്. രാഷ്ട്രീയപരമായിട്ട് ഒരു സംഘടനാ സ്വാതന്ത്ര്യം അവർക്ക് ഉള്ളതുകൊണ്ട് ആ രീതിയിൽ അവർ ചിന്തിച്ച് പലരും അവരുടെ എതിർ ചേരിയുള്ളവർക്ക് തല്ല് കിട്ടുന്നുമുണ്ട്.
അതുകൊണ്ട് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഈ സോഷ്യലൈസേഷൻ നല്ലതല്ല. രണ്ടാമത്, ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മർദ്ദനമോ അടിയോ ഇടിയോ ചവിട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് നിയമപരമായ നടപടിയെടുക്കാം. എത്ര പഴക്കമുള്ള കേസായാലും ശരി, അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. കാരണം പോലീസ് എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാൾ ഡിലേ ആക്കിയത്. നമുക്ക് കോടതിയിലോട്ട് പോകാം, പോലീസിന് വീണ്ടും പരാതി കൊടുക്കുക, അവർ നടപടി എടുത്തില്ലെങ്കിൽ. അതൊക്കെ അവിടെ പോയി പരാതിപ്പെടേണ്ട, ഓൺലൈനിൽ നമുക്ക് പരാതിപ്പെടാം. നടപടി എടുത്തില്ലെങ്കിൽ അടുത്ത നടപടി കയറാം. അതുകൊണ്ട് നിയമപരമായിട്ട് പോലീസിനെ നേരിടണം. ഇതുപോലെ മർദ്ദനമേറ്റവർ, ഇതുപോലെ അവശരായി കഴിയുന്നവർ, ലാത്തിച്ചാർജിൽ പരിക്കേറ്റവർ. എന്തിനാണ് പല ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ തലക്കിട്ടടിക്കുന്നത് എനിക്ക് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയല്ലല്ലോ. അത് ലാത്തിച്ചാർജിനൊക്കെ ഓരോ സ്റ്റെപ്പുകളുണ്ട്. ഒരാളെ തലക്കിട്ടടിക്കുന്ന അയാളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അത് അറ്റംപ്റ്റ് മർഡറിലേക്ക് പോകും. അപ്പം അങ്ങനെയുള്ള നടപടികളൊന്നും പോലീസിന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ തെറ്റായിട്ട് പഠിച്ചു വച്ചിരിക്കുന്നത് തെറ്റായ രീതിയിലുമാണ്. അതുകൊണ്ട് പോലീസ് അപ്പാടെ മാറണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുവരെ പോലീസിന്റെ പ്രവർത്തികൾ ഓരോന്നും, മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്കാർ ഒരു സ്ഥലത്ത് ഇറങ്ങി ചില ആൾക്കാരെ മർദ്ദിക്കുന്നതൊക്കെ കണ്ടു. അതിനുള്ള അവകാശങ്ങളൊന്നും അവർക്കില്ല. മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തിന്റെ ജീവ സംരക്ഷണത്തിന് ഉത്തരവാദികളാണ്. അതാണ് അവർ നോക്കേണ്ടത്. അദ്ദേഹത്തിന് എതിരായിട്ട് ആരെങ്കിലും റോഡിൽ പ്രവർത്തിക്കുകയോ അത് വഴി തടസ്സം ചെയ്യുകയും ചെയ്യുന്നത് ലോക്കൽ പോലീസും അങ്ങനെയുള്ള ഫോഴ്സുകൾ അത് നോക്കിക്കോളും. മുഖ്യമന്ത്രിയുടെ സംരക്ഷണം കൊടുക്കുന്ന ആൾ കാറിൽ നിന്നിറങ്ങി വെളിയിൽ പോയി അടിച്ച ശരിയല്ല, അത് കൃത്യമായ കൃത്യവിലോപമാണ്. അതിനെതിരായിട്ട് അങ്ങനെ ചെയ്ത ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം കണ്ണൂരിലെ അന്നത്തെ SP ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഭീകരമായിട്ട് അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് മർദ്ദിച്ച സംഭവം ഉണ്ടാകും. അദ്ദേഹത്തിന് അത് അറിയാം. പക്ഷെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് തീർച്ചയായിട്ടും ഇത് വകവെച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അവരെ സംരക്ഷിക്കാൻ പാടില്ല. അവരെ അടിയന്തരമായിട്ട് പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് മാറണം. തല്ലിയിട്ടാണോ അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇടയാക്കിയാൽ മാത്രമാണോ പ്രതിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുക? അതെ, ചില സന്ദർഭത്തിൽ ഹാർഡ് കോർ ക്രിമിനൽസ് സത്യം പറയില്ല. കാരണം മർഡർ കേസായാലും ഒന്നിൽ കൂടുതൽ മർഡർ ചെയ്തവർ, റോബറി നടത്തുന്നവർ, ഡക്കോയിറ്റ് നടത്തുന്നവർ, പിടിച്ചു പറിക്കുന്നവർ, മാല പൊട്ടിച്ചോടുന്നവർ, വീടിനകത്ത് കയറി മോഷണം നടത്തുന്നവർ, വീടിനകത്ത് ആൾക്കാരെ ഉപദ്രവിച്ചിട്ട് അവരെ റേപ്പ് ചെയ്തിട്ട് മോഷണം നടത്തുന്നവർ, ചില ആൾക്കാരെ കൊന്നിട്ട് മോഷണം നടത്തുന്നവർ, അങ്ങനെയുള്ള ക്രിമിനൽസൊക്കെ ഹാർഡ് കോർ ക്രിമിനൽസ് ആണ്. അവർക്കിട്ട് ചില സന്ദർഭത്തിൽ ചില പൊട്ടിയിലൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ പറയുള്ളൂ. അത് വെച്ചിട്ട് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണരുത്. കാരണം തമിഴ്നാട്ടിൽ ഇതുപോലെയുള്ള ക്രിമിനൽസിനെ അവർ പോലീസുമായിട്ട് ഏറ്റുമുട്ടി ഈ അടുത്ത കാലത്ത് 4-5 പേരെ കൊന്നത് എനിക്കറിയാം. കൊല്ലുന്നതിനും പോലീസിന് അധികാരമുണ്ട്. കാരണം ഇതുപോലെയുള്ള ക്രിമിനൽസിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള അധികാരം പോലീസിനുണ്ട് അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ. അതുകൊണ്ട് പോലീസ് എല്ലാവരെയും കുറ്റം ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ അടിച്ച് ഇടിച്ച് ചിലപ്പം കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് വരും. ചിലർ പറയത്തേയില്ല, എത്ര ഭീകരമായിട്ട് മർദ്ദിച്ചാലും പറയത്തില്ല. അങ്ങനെയുള്ളവരെ കസ്റ്റോഡിയൽ ഡെത്തിലേക്ക് പോകും ആ പോലീസ് ഉദ്യോഗസ്ഥർ. ഉരുട്ടിക്കൊല കേസ് നമ്മൾ പലതും കണ്ടല്ലോ. കേരളത്തിലെ കസ്റ്റോഡിയൽ ഡെത്ത് ഇപ്പോൾ 6-7 എണ്ണം ആയി കഴിഞ്ഞു ഈ വർഷം. സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ നമ്മൾ കണ്ടല്ലോ. പൊതുവെ സുപ്രീം കോടതിയുടെ അനുഭവത്തിലും സുപ്രീം കോടതിയുടെ നോളജിലും അറിവിലും ഈ വർഷം ക്ലിയർ ആയിട്ടുള്ള കസ്റ്റോഡിയൽ ഡെത്ത് 11 ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് സുപ്രീം കോടതി കൂടെ ഓർമ്മപ്പെടുത്തും, CCTV ദൃശ്യങ്ങൾ, CCTV എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇന്ത്യയിൽ അത് ഫിക്സ് ചെയ്തിരിക്കണം. അതനുസരിച്ചുള്ള നടപടി എടുക്കണം. അങ്ങനെ ക്ലീൻ ഡയറക്ഷൻ സുപ്രീം കോടതി ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഈ രീതിയിലുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ മേലുള്ള കുതിരകയറ്റം അല്ലെങ്കിൽ അവരെ മർദ്ദിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെയുള്ള CCTVകൾ സ്ഥാപിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ചില പരാതികളിൽ വലിയ കേസൊന്നും ആയിരിക്കില്ല, പക്ഷേ ഈ പോലീസുകാർ എതിർകക്ഷിയെ വീട്ടിനുള്ളിൽ കയറി മർദ്ദിച്ച് പിടിച്ചു കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെ പോലീസിന് വീടിനുള്ളിൽ കയറാൻ പറ്റുമോ? പ്രതിയെ പിടിക്കാനായിട്ട് തീർച്ചയായിട്ടും വീടിനുള്ളിൽ പോലീസിന് പ്രവേശിക്കാം. കാരണം ബ്രേക്ക് ചെയ്ത് വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന വീടിനകത്ത് പ്രതിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് കയറാം. പക്ഷേ FIR-നകത്ത് പ്രതിയും അന്വേഷണം നടത്തി അതിനകത്ത് ക്ലിയർ ആയിട്ട് എവിഡൻസ് ഉണ്ട്, കൃത്യമായ പ്രതിയാണെന്ന് ബോധ്യം വന്ന ശേഷമേ ഇതുപോലെയുള്ള അറസ്റ്റ് നടപ്പാക്കാൻ ഒക്കുള്ളൂ. ബ്രേക്ക് ചെയ്ത് കയറി ആളെ അറസ്റ്റ് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല. പക്ഷേ എല്ലാ ആൾക്കാരെയും ചെറിയ പെറ്റി കേസുകാരും മറ്റവരെ മറിച്ചാൻ ബ്രേക്ക് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. അത് ചെയ്യുന്നത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, അങ്ങനെ പാടില്ല. പക്ഷേ വീടിനകത്ത് ഓഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു നിയമ തടസ്സവുമില്ല. ഒരു ഓഫീസ് ജോലിയുള്ള ഒരാളാണെങ്കിൽ അയാളെ
അവരുടെ മേലുദ്യോഗസ്ഥനെ കണ്ട ഓഫീസ് ഈ ജോലി ചെയ്യുന്ന സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അവരെ ആ ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്ത സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യാം. ഓഫീസ് സമയത്ത് അല്ലാത്ത സമയത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. പല പോലീസുകാരും വളരെ മോശമായ ഭാഷയിലാണ് സംസാരിക്കാറുള്ളത്. പരാതി നൽകാൻ പോകുന്നവരോട് കാതുപൊട്ടുന്ന തെറി അഭിഷേകം നടത്തുന്നവരുമുണ്ട്. മാന്യമായ ഭാഷയിൽ വേണം സ്റ്റേഷനിൽ എത്തുന്നവരോട് സംസാരിക്കാൻ എന്ന് DGPയുടെ ഓർഡറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ തിരുത്താത്തത്? ഈ പോലീസുകാർക്കെതിരെ ആരോട് പോയി പരാതി പറയും? പോലീസിനെ മേലുദ്യോഗസ്ഥന്മാരെ ഭയമില്ല, പേടിയില്ല. അവർക്ക് രാഷ്ട്രീയ സംവിധാനമുണ്ട്. രാഷ്ട്രീയമായിട്ട് അവരെ സംരക്ഷിക്കുമെന്ന് അവർക്കറിയാം. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ കാണിക്കുന്ന എല്ലാ പോലീസുകാർക്കും ചില രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്. കാരണം അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് ഭയമാണ്. അത് തന്നെയല്ല, അവരുടെ ഭാഷ വളരെ മോശമാണ്. അവരെ ചീത്തവിളിയിൽ ചില വാക്കുകൾ ഉപയോഗിച്ച് സംബോധന ചെയ്യുള്ളൂ. എടാപോടാന്നുള്ള വിളികൾ പോലീസ് സ്റ്റേഷനകത്ത് വരുന്നവരെ എല്ലാവരെയും അങ്ങനെ വിളിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും മാനമായിട്ട് പെരുമാറാനും, അതുപോലെ തന്നെ കേസിനകത്ത് അവർ പ്രതിയാണെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയ ചായ്വ് നോക്കാതെ, സാമ്പത്തിക ലാഭം നോക്കാതെ അവരെ പ്രതിസ്ഥാനത്ത് തന്നെ ആക്കാനും, വാദിക്ക് നീതി കൊടുക്കാനും പോലീസിനെ സഹായിക്കണം. ഭാഷകൾ പോലീസിൻ്റെ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് മാറ്റണം. പല പോലീസ് സ്റ്റേഷനിലും പലർക്കും തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും പോലീസ് സ്റ്റേഷനിൽ പോകാതെ പല കാര്യത്തിലും പോകാതെ മടിക്കുന്നത് കാണാം. അതുകൊണ്ട് പോലീസ് സംവിധാനം ഇല്ലെങ്കിലും നമുക്ക് കേസ് കോടതി കൊടുക്കുന്നതിന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രം തീരും എന്ന് വിചാരിക്കേണ്ടത്. കോടതിയുണ്ട് നമുക്കിവിടെ. കോടതിയിൽ നിന്ന് നീതി ലഭിക്കും. അത് സ്വല്പം ഡിലേ ആവും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പോലീസ് സംവിധാനം ഫെയിലിയർ ആയാൽ തന്നെയും നമുക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിക്കാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോകുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത്? സ്റ്റേഷനിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നെങ്കിൽ ഈ പെറ്റീഷൻ എൻക്വയറി എന്ന് പറഞ്ഞാൽ അതിന് നിയമസാധ്യത വളരെ കുറവാണ്. പോലീസിനെ അറിയിച്ചു, അതിനകത്തൊരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് നോക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സിവിൽ മാറ്ററിലെ ഒരു കാര്യത്തിന് പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ സിവിൽ മാറ്റർ എൻ്റെ വസ്തു വേറൊരാൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. അത് ട്രസ്പാസാണ്, ക്രിമിനൽ ട്രസ്പാസാണ്. അതുകൊണ്ട് അത് സിവിലാണെന്ന് പറഞ്ഞ് എഴുതി തള്ളാനോ പുറത്താക്കാനോ പാടില്ല. അതുപോലെ പണ ഇടപാടുകൾ പോലീസ് നടത്തത്തില്ല. അതുമായിട്ട് ചെന്നാലേ നടത്തത്തില്ല. അല്ല, പണമിടപാടുകൾ പലരും എന്നെ ലോൺ വാങ്ങിച്ച് അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് പറ്റിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ ചീറ്റിങ്ങിൻ്റെ പരിസ്ഥിതി വരുന്നതാണ്, ചീറ്റിങ്ങിൻ്റെ പ്രൊവിഷനിൽ വരുന്നതാണ്. അതുകൊണ്ട് പോലീസ് അങ്ങനെയൊക്കെ ഉള്ള സിവിൽ കേസായാലും പണ ഇടപാട് കേസായാലും പോലീസ് ഇടപെടണം. കാരണം അതിനകത്ത് ഒരു ചീറ്റിംഗ് എലിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്പാസിൻ്റെ എലിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലീഗൽ പൊസഷൻ്റെ എലിമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇതിലൊരു ഉത്തരവ് കൊടുക്കും. സിവിലായാലും ക്രിമിനലായാലും എല്ലാ മാറ്ററും പോലീസ് അന്വേഷിക്കട്ടെ. അതിന് സിവിലായിട്ട് നമുക്ക് നടപടിയൊന്നും ഇല്ലെങ്കിൽ അത് സിവിൽ കേസ് പോകാൻ അഡ്വൈസ് കൊടുക്കാവുള്ളൂ. ആ പരാതി സ്വീകരിച്ചിട്ട് അത് പ്യൂർലി സിവിലാണെങ്കിൽ പോലീസ് അഡ്വൈസ് കൊടുക്കട്ടെ പൊതുജനങ്ങൾക്ക്. അവർ പോയി സിവിലായിട്ട് നടപടി എടുക്കട്ടെ. അതുപോലെ പണ ഇടപാടുകളാണെങ്കിൽ അതിനകത്ത് ചീറ്റിംഗ് എലിമെൻ്റ് ഉണ്ടാവുമല്ലോ. തോന്നുന്നു. കാരണം ചെക്ക് കൊടുത്ത കേസിനകത്ത് അതിനൊക്കെ പലരും പോലീസ് സ്റ്റേഷൻ അനുഭവിച്ചെങ്കിലും അവർ പോലീസിൽ പരാതി കൊടുക്കട്ടെ. അവർ ലീഗലായിട്ട് ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കാര്യത്തിൽ. അതുകൊണ്ട് പരാതി, ഏത് പരാതിയായാലും സിവിലായാലും ശരി, മണി മാറ്റർ ആയാലും ശരി, ഏത് പരാതിയും പോലീസ് സ്വീകരിക്കട്ടെ. അത് സ്വീകരിക്കണം. അതിനകത്ത് കോഗ്നിസൻസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിയമപരമായ ഒരു കേസ് എടുക്കാം. സ്കോപ്പ് ഉണ്ടെങ്കിൽ കേസ് എടുക്കണം. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്മൾ കണ്ടല്ലോ, വാദിയില്ല എങ്കിൽ തന്നെ കേസ് വരെ പോലീസ് എടുക്കുന്നത്. അപ്പം പോലീസിന് അതിനുള്ള അധികാരമുണ്ട് എന്ന് ധരിക്കുന്നു പലരും. അതുകൊണ്ട് നിയമപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സിവിൽ കേസ് എടുക്കാൻ വസ്തുവിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ആണെങ്കിൽ സിവിൽ കേസായിട്ട് പോകും. പക്ഷെ എൻ്റെ വസ്തുവിൽ വേറൊരാൾ ട്രസ്പാസ് ചെയ്ത് കയറി എൻ്റെ അവിടുത്തെ അതിർത്തി മാന്തി കുറെ എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ട്രസ്പാസാണ്. അതുകൊണ്ട് അതിനകത്ത് പോലീസ് ഇടപെടില്ല എന്ന് പറഞ്ഞാൽ തെറ്റ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇടപെട്ടേ പറ്റൂ, അതിന് കേസെടുക്കണം. അതുകൊണ്ട് ആ രീതിയിലുള്ള ഡയറക്ഷൻ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യണം. ഏത് പെറ്റീഷനും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കട്ടെ, സ്വീകരിക്കട്ടെ. അത് സിവിലാണെങ്കിൽ സിവിലായിട്ട് കേസ് അന്വേഷിക്കേണ്ട. അത് ഒരു ചെക്ക് കേസ് ആണെങ്കിൽ ചെക്ക് കേസ് അന്വേഷിക്കേണ്ട. അതേസമയത്ത് അതൊരു മിസ്അപ്രോപ്രിയേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ പറ്റിച്ചാണെങ്കിൽ, ചീറ്റിങ്ങിൻ്റെ പരിധി വരുന്നെങ്കിൽ പോലീസ് അന്വേഷിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഈ പെറ്റീഷൻ എൻക്വയറി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പലപ്പോഴും പല കാര്യത്തിനും ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള കാര്യത്തിന് ഒരു പെറ്റീഷൻ കൊടുത്താൽ വരും. പക്ഷേ ഒരാളെ അടിക്കുകയോ ദേഹത്ത് തൊടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കേസെടുത്തേ പറ്റുള്ളൂ. ആയിരക്കണക്കിന്, പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് 300, 400, 500 കേസായിരിക്കും ഒരു വർഷം വരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനല്ല.
ദൈനംദിന 8-10 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് കേസ് പോലീസ് സ്റ്റേഷനിൽ പെൻഡിങ് ആണ്. പക്ഷേ അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം പോലീസിലുണ്ടാകണം. അതിനുള്ള സ്ട്രെങ്ത് കൊടുക്കണം. അതിനുള്ള പോലീസിന്റെ പണ്ട് മുതലുള്ള പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഇന്നും ഉള്ളത്. അതൊക്കെ നവീകരിച്ച് പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷൻ പണിയണം. അവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനും വരാനും പരാതി കൊടുക്കാനും അവർക്ക് റിസപ്ഷൻ കൗണ്ടർ ഉണ്ടാകണം. അങ്ങനെയുള്ള രീതിയിൽ ആധുനിക രീതിയിലേക്ക് പോലീസ് മാറണം. പല സ്ഥലത്തും പണ്ട് 10, 30, 40, 50 വർഷം പഴക്കമുള്ള പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഇപ്പോഴും അതേ രീതിയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ആധുനികമായ പോലീസ് സ്റ്റേഷന്റെ ലേഔട്ടും അതിന്റെ പ്ലാൻ വരയ്ക്കുന്നതൊക്കെ സങ്കുചിത മനസ്ഥിതിയുള്ളവരാണ്. വളരെ വിസ്തൃതമായ ഒരു മേഖലയിലായിരിക്കണം പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കേണ്ടത്. അത് തന്നെയല്ല, അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും വേണം. 10, 30, 40, 50 പോലീസുകാരുള്ളിടത്ത് ആകെ 2 മുറി അതുങ്ങൾക്കുള്ളൂ. അത് പാടില്ല. അവർക്ക് വിശ്രമിക്കാനുള്ള സംവിധാനം വേണം. പൊതുജനങ്ങൾ വരുമ്പോൾ അവർക്കൊരു ഹാള് വേണം. അവിടെ പബ്ലിക് വന്ന് ഇരിക്കാനുള്ള സൗകര്യം വേണം. അത് ചിലപ്പോൾ അവരുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അവർക്ക് വിശ്രമിക്കുന്ന സ്ഥലത്ത് ഇവർ വന്നിരിക്കും, അയാളെ കോടതി കൊണ്ടുവന്നിടം വരെ. കാരണം അവരുടെ മകനാണ്, അപ്പനാണ്, അല്ലെങ്കിൽ സഹോദരിയായിരിക്കും പോലീസ് സ്റ്റേഷനകത്ത് കിടക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനകത്ത് പോയി ബഹളം ഉണ്ടാക്കാനല്ല, പോലീസ് സ്റ്റേഷനിൽ അവരുടെ കാര്യങ്ങൾ വന്ന് അന്വേഷിക്കാനും. അതിന് പോലീസ് അവരോട് എതിർപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അവർക്ക് വിശ്രമിക്കാനുള്ളൊരു സ്ഥലവും പ്രത്യേക ഏരിയ മാർക്ക് ചെയ്ത് അവിടെ വെള്ളവും അതും ഇതൊക്കെ കൊടുക്കാനുള്ള സംവിധാനവും വേണം. കാരണം ഒരു മകനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ലോക്കപ്പിലാക്കി കഴിയുമ്പോൾ ഒരു അമ്മയുടെയും പിതാവിൻ്റെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് പോലീസിനുണ്ടാകണം. ആ രീതിയിലുള്ള മാറ്റമാണ് നമുക്കിവിടെ വേണ്ടത്. പല കേസുകളിലും പോലീസ് കൈത്തരിപ്പ് തീർത്താണ് പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത്. എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യാറുണ്ട്, മർദ്ദിച്ചുവെന്ന് മൊഴി കൊടുക്കരുത് എന്ന്. നിരപരാധികളായ ആളുകളാണെങ്കിലും ശരിക്കും മജിസ്ട്രേറ്റിനോട് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പരാതി പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പോലീസ് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. ഇന്നടുത്തൊക്കെയാണ് ഇടിച്ചത്, അവിടെ പാടൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. അതവിടെ റെക്കോർഡ് ചെയ്യും, നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം അത് വെച്ചിട്ട് പോലീസിലെ കേസ് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സാധാരണഗതിയിൽ ആ കേസ് കൗണ്ടർ എടുക്കില്ല. അതുകൊണ്ട് കോടതി തന്നെ നമ്മൾ പരാതി കൊടുക്കണം. ഒരു വക്കീലിനെ കണ്ട് ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്ത് മജിസ്ട്രേറ്റ് അവിടെ രേഖപ്പെടുത്തിയത് അതിലൊരു എക്സിബിറ്റ് ആയിട്ട് ഒരു റെക്കോർഡായിട്ട് വാങ്ങണം. അവിടെ സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടും. മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയത് തന്നെ മർദ്ദിച്ചു എന്ന് ആ പോലീസിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വാലിഡിറ്റി കൂടുതലാണ്. ഇയാളുടെ സുജിത്തിൻ്റെ കേസിലും അങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അത് മജിസ്ട്രേറ്റ് അവിടെ റെക്കോർഡ് ചെയ്യും. കോടതി ഇങ്ങനെയുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും കൃത്യമായ ചില ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കൺസൾട്ട് ചെയ്യുന്ന വക്കീലും അതിൻ്റെ കക്ഷികളും തീർച്ചയായിട്ടും ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യണം. ഇതുപോലെയുള്ള മാൻ ഹാൻഡിലിങ് അല്ലെങ്കിൽ ദേഹോത്തരം ഏൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് കേസെടുക്കും. അതിന് യാതൊരു മടിയും കോടതിക്കില്ല. കൃത്യമായ രീതിയിൽ FIR പോലീസ് സ്റ്റേഷനിൽ കൊടുത്താലും ചിലപ്പോൾ എടുത്തെന്ന് വരാം. കാരണം നമ്മളെ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്താൽ അവിടെ വെച്ച് നമ്മളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ അവിടെ പരാതി കൊടുക്കണം. നടപടി എടുത്തില്ലെങ്കിൽ അവരുടെ SP-ക്ക് കൊടുക്കണം. അതും നടപടി എടുത്തില്ലെങ്കിൽ നേരെ കോടതി. ഈ 2 കടമ്പയും കടന്ന് കോടതി പോയി നമുക്ക് നേരിട്ട് പരാതി കൊടുക്കാനുള്ള നിയമ സംവിധാനം ഇന്ത്യയിലുണ്ട്. പോലീസിൽ നിന്ന് അകാരണമായി മർദ്ദനമേറ്റ് ഇപ്പോഴും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്ക് ഇനിയും പരാതി കൊടുക്കാൻ പറ്റുമോ? അതായത് 4-5 വർഷം പഴക്കമുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ഇനിയും പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും പരാതി കൊടുക്കുക. 4, 5, 6 വർഷം പഴക്കമുണ്ടെങ്കിലും ശരി, അവർ ഇതുവരെ എങ്ങും പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കാമല്ലോ. അവർക്ക് അതിനുള്ള നിയമാവബോധമില്ല, അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പില്ല, പോലീസിനെ പേടിച്ച്. രണ്ടാമത് അവർക്ക് സാമ്പത്തികമില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പരാതി കൊടുക്കാതെ പേടിച്ച് വിറച്ച് വീട്ടിയിരിക്കുന്നത്. പക്ഷേ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. നമുക്ക് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. കോടതിയിൽ നേരിട്ട് പരാതി കൊടുക്കാം. ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി തീർച്ചയായിട്ടും കേരളത്തിലുണ്ടാവും. പോലീസ് സ്റ്റേഷനുകളിലെ പ്രവർത്തനരഹിതമായ CCTV ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കുന്നതിനെ കുറിച്ചുള്ള ഇടപെടലാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയത്. സുജിത്തിന്റെ കേസിലാണെങ്കിൽ ഈ CCTVക്ക് മുന്നിലാണ് ക്രൂരമായി മർദ്ദിച്ചത്. ജീപ്പിനുള്ളിൽ വെച്ചും മർദ്ദിച്ചു. അപ്പോൾ CCTV വെച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് വ്യക്തമാണ്. അല്ലാതെ ഈ ഇടിയൻ പോലീസിനെ എങ്ങനെ നിലയ്ക്ക് നിർത്തും? ഇല്ല, സുപ്രീം കോടതി കൃത്യമായിട്ട് 2020-ലും ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച 2 ജഡ്ജസ് ആ കാര്യത്തെ പറ്റി പറഞ്ഞു. എല്ലാ പോലീസ് സ്റ്റേഷനും ഇന്ത്യയിൽ അവിടെ ദൃശ്യങ്ങൾ എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ CCTV ഫിറ്റ് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞിരിക്കുക. അതിനകത്ത് ഒരു സാമ്പത്തിക നഷ്ടമൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ കയറി വരുന്ന വഴിക്കും ഇറങ്ങിപ്പോകുന്ന വഴിക്കും, അതുപോലെ എൻട്രൻസിലും എക്സിറ്റിലും, അതുപോലെ തന്നെ റിസപ്ഷന്, പോലീസ് സെല്ല്,
ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതികളെ ചോദ്യം ചെയ്യുന്നതും അവരെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, എല്ലാ സ്ഥലവും കൃത്യമായിട്ട് ബാത്റൂം, എല്ലാ സ്ഥലങ്ങളിലും CCTV ദൃശ്യങ്ങൾ വേണം. കാരണം പലരും ബാത്റൂമിൽ പ്രതികൾ സൂയിസൈഡ് ചെയ്ത പല സംഭവങ്ങളും ഉണ്ടാവും. അതായത് ജയിലിലും നമുക്കറിയാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും CCTV ദൃശ്യം ഇരിക്കട്ടെ, അതിനെന്താ കുഴപ്പം? പ്രതികൾ ബാത്റൂമിൽ പോകുന്നതായാലും ശരി വാച്ച് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഏതൊക്കെ ഭാഗത്ത് ഒരു പോലീസ് സ്റ്റേഷന്റെ ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ കോമ്പൗണ്ടിനകത്ത് എല്ലാ സ്ഥലത്തും ദൃശ്യം എത്തത്തക്ക രീതിയിൽ തന്നെ വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. 2020 മുതൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും അടിയന്തരമായിട്ട് സുപ്രീം കോടതി വീണ്ടും ഗവൺമെന്റിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഈ പോലീസ് സ്റ്റേഷന്റെ എല്ലാ സ്ഥലത്തും വ്യൂ എത്തത്തക്ക രീതിയിൽ അവർ CCTV ദൃശ്യം ഫിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അടിയന്തരമായിട്ട് ഫിറ്റ് ചെയ്തേ പറ്റുള്ളൂ. സുപ്രീം കോടതി ഡയറക്ഷനാണ്.